ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ബ്ലഡിനെ കുറിച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറയാം, ഹ്യൂമൻ ബ്ലഡ് അല്ലെങ്കിൽ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ മനുഷ്യൻ്റെ രക്തപരിവഹന വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ വളരെ ചുരുക്കി അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ സിലബസിൻ്റെ ഭാഗത്ത് മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ളൊരു ഭാഗത്താണ് ഇത്തരം ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മനുഷ്യൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതായത് ദ്രാവക അവസ്ഥയിലുള്ള ഒരു സംയോജക കലയാണ് ഏത് എന്ന് പറയുന്നത്, നമ്മളുടെ രക്തം അല്ലെങ്കിൽ ബ്ലഡ് എന്ന് പറയുന്നത്. അത് ആദ്യത്തെ ഒരു പോയിൻ്റായിട്ട് പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള രക്തം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ വെയ്റ്റിൻ്റെ 7% വരും. അതാണ് ഈ 7% ഓഫ് ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വെയ്റ്റിനനുസരിച്ച് അതിൻ്റെ 7% എത്രയാണോ അത്രയും ബ്ലഡാണ് നോർമലി എൻ്റെ ശരീരത്തിൽ ആവശ്യമുള്ളത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ PH ആണ്. PH 7.4 ഹ്യൂമൻ ബ്ലഡിൻ്റെ PH എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ബ്ലഡിനെ കുറിച്ചുള്ള, അതായത് ബ്ലഡിനെ കുറിച്ചുള്ള സ്റ്റഡീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെമറ്റോളജി. അപ്പോൾ ഈ പോയിൻ്റ് ഒന്നും കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കുക. എന്താണ്, ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡിൻ്റെ PH എന്ന് പറയുന്നത് 7.4 ആണ്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ആകെയുള്ള ബ്ലഡിൻ്റെ അളവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വെയ്റ്റിൻ്റെ 7% ആയിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് രക്തത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെമറ്റോളജി. ഈ പോയിൻ്റൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം പ്രസ്താവന ചോദ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ടഫായിട്ട് വരികയാണെങ്കിൽ ഇത്തരത്തിൽ NCERTയിൽ നിന്നുള്ള പോയിന്റുകളെല്ലാം എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യ പേപ്പറിൽ കാണാം. അടുത്തത് 2 ഫാക്റ്റുകളാണ്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പും അതുപോലെ റെയർ ബ്ലഡ് ഗ്രൂപ്പും LGS നിലവാരത്തിലുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് O പോസിറ്റീവും ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് AB നെഗറ്റീവുമായിരിക്കും. ഇനി നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിനെയും അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷനെയും കുറിച്ചുകൊണ്ടുള്ള കുറച്ച് പോയിന്റ്സ് പഠിക്കാം. അതിൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലേ, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ക്ലോട്ട് ചെയ്യാൻ, കട്ട പിടിക്കാനുള്ള ആ ഒരു പരിപാടി എന്ന് പറയുന്ന പേരാണ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്, അതൊരു ജനിതക രോഗമാണ്. ചില ആളുകൾക്ക് ബ്ലഡ് കട്ടായി കഴിഞ്ഞാൽ, വെയിനോ അങ്ങനെ എന്തെങ്കിലും കട്ടായി കഴിഞ്ഞാൽ ആ ബ്ലഡ് എന്താവില്ല, ക്ലോട്ട് ആവുകയില്ല. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹെപ്പറിൻ. ഈ ഒരു ഇന്നബിലിറ്റിയുടെ പേര് പഠിച്ചു വയ്ക്കുക, ഹീമോഫീലിയ. അതുപോലെ തന്നെ ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ഹെപ്പറിൻ. ഹെപ്പറിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്യാറുണ്ട്. പല ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നവർക്ക് ഓപ്പൺ ഹാർട്ട് സർജറി, അതുപോലെ തന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന രോഗികളുണ്ട്. അവർക്കെല്ലാം ബ്ലഡിൽ അവർക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് ഹെപ്പറിൻ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ, അതായത് ഈ ഓപ്പറേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഡയാലിസിസിൻ്റെ സമയത്തോ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഹെപ്പറിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന സെല്ല് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫൈബ്രനോജൻ ആണ്. അതിനെ സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ K ആണ്. 3 ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, മറന്നു പോകരുത്. സെല്ല് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റും, പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫൈബ്രനോജനും, വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ Kയുമാണ്. ശരീരത്തിലെ തന്നെ ഒരു എൻസൈം, ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ബ്ലഡിനെ കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ അതിനെ സഹായിക്കുന്ന ഒരു മിനറലാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മിനറലും വൈറ്റമിനും തമ്മിൽ മാറിപ്പോകരുത്. വൈറ്റമിൻ K ആണ്, എന്നാൽ മിനറൽ കാൽഷ്യമാണ് വരുന്നത്. സാധാരണ ആരോഗ്യമുള്ളൊരു മനുഷ്യൻ്റെ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 3 മുതൽ 8 മിനിറ്റ് വരെയാണ്. ഇതും നമ്മൾ പ്രസ്താവന ചോദ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റാണ്. ബാക്കിയെല്ലാം ഫാക്ട്സ് ആണ്, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്തതായിട്ട് രക്തദാനത്തെക്കുറിച്ചുകൊണ്ടാണ്. നമ്മൾ രക്തദാന ദിനമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡൊണേഷൻ, ബ്ലഡ് ഡൊണേഷനെ കുറിച്ചുകൊണ്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ രക്തം ദാനം ചെയ്യുമ്പോൾ ഒറ്റ തവണയായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ബ്ലഡിൻ്റെ അളവ് എന്ന് പറയുന്നത് 300 ml ആയിരിക്കും. പരമാവധി 300 ml വരെയാണ് എന്ത് ചെയ്യാറുള്ളത്, ദാനം ചെയ്യാറുള്ളത്. അതിനുള്ള വയസ്സ് എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിലും അതുപോലെ 65 വയസ്സിന് താഴെയുമുള്ള ആളുകളാണ് രക്തം ദാനം ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവർ. അതിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ രക്തം മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, സ്വീകരിക്കാറുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 മാസത്തിലൊരിക്കലാണ്. നമ്മൾ 3 മാസത്തിലൊരിക്കൽ മാത്രമേ, ഇപ്പോൾ ഈ ഒരു മാസം ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു 3 മാസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ബ്ലഡ് ദാനം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് ബാങ്കുകളിൽ സൂക്ഷിക്കുന്നത് സാധാരണ താപനിലയിൽ നിന്നും താഴ്ന്ന താപനിലയിലായിരിക്കും. നമുക്കറിയാം, അത് ശീതീകരിച്ചുകൊണ്ട് മാത്രമാണ് ബ്ലഡ് ഉപയോഗിക്കാറുള്ളൂ. അതിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ
ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനും അതുപോലെ തന്നെ അത് കേടുവരാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കലാണ് സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബയോളജിയിലും അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രിയിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് സോഡിയം സിട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ബ്ലഡ് ബാങ്കുകളിലാണ്. ബ്ലഡ് ബാങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ക്ലോട്ട് ആവാതിരിക്കാനാണ്. എന്നാൽ ഇവിടെ മാറിപ്പോരുത്, ഈ ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹെപ്പറിനും ബ്ലഡ് ബാങ്കുകളിൽ യൂസ് ചെയ്യുന്നത് സോഡിയം സിട്രേറ്റുമാണ്. എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നത് ഹെപ്പറിൻ അല്ല, അത് സോഡിയം സിട്രേറ്റ് ആണ്. അതുപോലെ കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫൈബ്രിനോജനും എന്നാൽ അതിന് സഹായിക്കുന്ന വൈറ്റമിൻ കെയുമാണ്. അപ്പോൾ ഒറ്റ സ്ലൈഡേ ഉള്ളൂ എങ്കിലും അതിൽ ഒരുപാട് ചോദ്യങ്ങളും കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ്സ് എല്ലാവരും എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം.